ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വിൽക്കുന്നത് ലാഭകരമാണ്. പക്ഷേ മുട്ടക്കോഴികൾ വളരെ നഷ്ടമാണെന്നാണ് പറയുന്നത്. സാറേ, സാറിനിപ്പോൾ ഡേ ഓൾഡ് മുതൽ മുട്ടക്കോഴി വരെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡേ ഓൾഡ് മുതലുള്ള ഇതിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുടെ പരിചരണം എങ്ങനെയാണ് സാർ? സാറേ, BV380 ഡേ ഓൾഡ് മുതൽ ഈ കുഞ്ഞുങ്ങളുടെ ആഹാര രീതി എങ്ങനെയാണ്? ഈ ബ്രൂഡറിലെ ലൈറ്റിംഗ് എങ്ങനെയാണ് സാർ? ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര കുന്നിക്കോട് മേലിലയിൽ ശ്രീ അജിത് കുമാറിൻ്റെ വീട്ടിലാണ്. ലക്ഷക്കണക്കിന് കോഴികളെ വളർത്തി ജീവിത വിജയം നേടിയ അജിത് കുമാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ സാർ, ഏത് ഇനം കോഴികളെയാണ് വളർത്തുന്നത്? ഞാൻ BV380 കോഴിയെ വളർത്തുന്നു. എന്തുകൊണ്ടാണ് അത് മാത്രമേ ഉള്ളൂ? അല്ല, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മുട്ടയിടുന്ന കോഴി എനിക്കുണ്ട്. ആ മുട്ടക്കോഴി BV380 ഒരെണ്ണമേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സാർ BV380 മാത്രം? അത് മുട്ട ഉൽപാദനം കൂടുതലുള്ള കോഴിയാണ്. മുട്ട ഉൽപാദനം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് BV380. അപ്പോൾ സാറിന് ഇതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട്, മുട്ടക്കോഴിയുണ്ട്. മുട്ടയിടുന്ന കോഴി കുറച്ചുണ്ട്. ഡേ ഓൾഡ് മുതലുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്, മുട്ടക്കോഴിയുണ്ട്. പിന്നെ സാർ, അവിടെ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. സാർ എത്ര വർഷം കൊണ്ടാണ്? ഞാനൊരു 15 കൊല്ലം കൊണ്ട് കോഴി വളർത്തുന്നുണ്ട്. 10 വർഷം കൊണ്ട് BV3 കോഴി വളർത്തുന്നുണ്ട്. 10 വർഷം കൊണ്ട് BV380 വളർത്തുന്നു. അപ്പോഴേ സാർ, എൻ്റെ സംശയം, ഞാൻ BV380 കോഴികളുടെ ഫാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മുട്ടക്കോഴിയുടെയും ചെയ്തിട്ടുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെയും. ഇപ്പം ആദ്യമായിട്ടാണ് ഞാനൊരു ഫാമിൽ വരുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളും ഉണ്ട്, അതോടൊപ്പം മുട്ടക്കോഴി എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഒരുപാട് കമൻസ്, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വിൽക്കുന്നത് ലാഭകരമാണ്, പക്ഷേ മുട്ടക്കോഴികൾ വളരെ നഷ്ടമാണെന്നാണ് പറയുന്നത്. സാറിന്റെ അഭിപ്രായം എന്താ സാർ? അത് നമ്മൾ തീറ്റ ശരിയായ രീതിയിൽ കൊടുത്താൽ ലാഭത്തിൽ വളർത്താം. തീറ്റക്രമത്തിൽ വരുത്തണം, അങ്ങനെയാണ് ലാഭകരം. മുട്ടക്കോഴി തീറ്റയും കൊടുക്കണം, അതിന്റെ കൂടെ പച്ചപ്പോച്ചയും പുല്ലൊക്കെ കൊടുത്ത് വളർത്താമെന്നുണ്ടെങ്കിൽ ഒരു 100 കോഴിയെ വളർത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 90 മുട്ട വരെ കിട്ടും. 100 കോഴിയിൽ നിന്നും നമുക്ക് ഒരു 90 മുട്ട കിട്ടും. അതിനകത്തൊരു 8 രൂപ കൂട്ടിയാൽ 8 720 രൂപ കിട്ടും. അതിലൊരു 350-400 രൂപ തീറ്റ ചെലവ് പോയാലും ബാക്കി നമുക്കൊരു 300 രൂപ വരെ നമുക്ക് ലാഭമുണ്ട്. 100 കോഴിയിൽ 300 രൂപ ലാഭം കിട്ടും. പ്രയത്നങ്ങൾ വലുതായിട്ടില്ല. ഇവിടെ ഇപ്പോഴേ ഏതൊക്കെ പ്രായത്തിലുള്ള കോഴികളുണ്ട്? 50 ദിവസമുള്ള കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ, 50 മുതൽ 60 ദിവസം വരെ ഡേ ഓൾഡിനെ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ മുട്ടക്കോഴിയുണ്ട്, മുട്ടയിടുന്ന കോഴിയുണ്ട്. ഓക്കെ സാറേ, സാറിനിപ്പോൾ ഡേ ഓൾഡ് മുതൽ മുട്ടക്കോഴി വരെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡേ ഓൾഡ് മുതലുള്ള ഇതിന്റെ വാക്സിനേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ്? വാക്സിനേഷൻ ഷെഡ്യൂൾ 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട കൊടുക്കുന്നുണ്ട്. 7ാം ദിവസം. പിന്നെ 14-ന് IBD കൊടുക്കും. 21-ന് ലെസോട്ട ബൂസ്റ്റർ പിന്നെ കൊടുക്കും. പിന്നെ 28-ന് IBD പ്ലസ് കൊടുക്കും. പിന്നെ ഒരു 35 ആകുമ്പോൾ വിരമരുന്ന് കൊടുക്കും. പിന്നെ ചെറിയനടിയിൽ ഒരു 40 ദിവസം ചെറിയനടിയിൽ മരുന്ന് കൊടുക്കും. പിന്നെ ഒരു 55 മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനിടയ്ക്ക് B-കോംപ്ലക്സ്, കാൽസ്യം, ലിവർ ടോണിക് എല്ലാം കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ അപ്പോൾ ഈ ഫുൾ വാക്സിനേഷൻ കഴിഞ്ഞ് 50 മുതൽ 60 ദിവസം വരെ പ്രായമായ കുഞ്ഞുങ്ങളെ 55 മുതൽ 60 വരെ കൊടുക്കുന്നു. അതായത് 2 മാസം ഏകദേശം കൊടുക്കും. അപ്പോൾ ഈ 2 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനേഷൻ കഴിഞ്ഞ് ഏത് വിലയ്ക്കാ സാറ്? അത് 200 രൂപ മുതലാണ് കൊടുക്കുന്നത്. 200 രൂപ. ദിവസം കഴിയുന്നതോറും 200 കൂടി പോകും. വീണ്ടും ഡേറ്റ് അനുസരിച്ച് കൊടുക്കും. സാധ്യതയില്ല, ഒരാഴ്ച ആകുമ്പോഴേ തീരും കോഴി മിക്കവാറൊക്കെ. സാറേ, BV380 ഡേ ഓൾഡ് മുതൽ ഈ കുഞ്ഞുങ്ങളുടെ ആഹാര രീതി എങ്ങനെയാണ്? അത് ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ AW കൊടുക്കുന്നത്, ഗോദ്രേജിന്റെ AW നമ്മൾ കൊടുക്കുന്നത്. അതൊരു 40 ദിവസം വരെ കൊടുക്കും. 40 ദിവസം സ്റ്റാർട്ടർ AW സ്റ്റാർട്ടർ എന്ന് പറയും. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് AW സ്റ്റാർട്ടറും ഗ്രോവറും കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഗ്രോവറും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. റേഷ്യോ എങ്ങനെയാണ് മിക്സിങ്ങിന്റെ? 50-50 കൊടുക്കുന്നത്. 40 ദിവസം കഴിയുമ്പോൾ 40 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഗ്രോവറും AW 50 ആയിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ 50 റേഷ്യോയിൽ കൊടുക്കും. പിന്നെ അത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുവന്നവരെല്ലാം പിന്നെ ഗ്രോവർ കൊടുക്കണം. മുട്ട ഇടുന്നവരെ മുട്ട ഇടുന്നവരെ ഗ്രോവർ കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ലെയർ മാഷ് തീറ്റ കൊടുക്കാം. അപ്പൊ പുല്ലൊക്കെ നമുക്ക് മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ മുതൽ ഒരു നേരത്തെ, അല്ലെങ്കിൽ നേരത്തെ കുറച്ച് പുല്ലൊക്കെ പൊച്ചേ കൊടുക്കാൻ പറ്റും. കൂട്ടാന്റെ വേസ്റ്റ് കൊടുക്കാൻ സാധിക്കും. വേസ്റ്റ് കൊടുക്കാം. ചോറും അരി കൊടുത്താൽ പ്രവേശത്തെല്ലാം നെയ്യേറിയിട്ട് മുട്ട ഉൽപാദനം കുറയും. ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുടെ പരിചരണം എങ്ങനെ സാർ?
ഇതിനെ നമ്മൾ കൊണ്ടുവരുമ്പോഴേ സാധാരണ ഇടുന്നത് ഈ അറക്കപ്പൊടിക്കായിട്ടാണ് എല്ലാവരും ഇടുന്നത്. അതെ, ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അറക്കപ്പൊടി ഇട്ടാൽ ഒരുപാടാണ് പൊടിയൊക്കെ കുത്തി തിന്ന അണുക്കളൊക്കെ അതിന് ഉള്ളിൽ ചേരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേര് നമ്മൾ തട്ടടിച്ച് കമ്പി കൊണ്ട് തട്ടടിച്ചിട്ട് ഒരു ഈ നെറ്റ് അടിച്ചിട്ടാണ് അതിനകത്താണ് ഇടുന്നത്. ഈ നെറ്റ് അടിച്ചിട്ട് അതിനകത്താണ് ഇടുന്നത്. അപ്പോൾ അത്രയും ഈ പൊടിയൊന്നും തിന്നേ വേസ്റ്റിനകത്ത് പൊടികളൊന്നും തിന്ന അസുഖങ്ങളൊന്നും പിടിക്കാതെ. അപ്പൊ മോർട്ടാലിറ്റി നല്ല രീതിയിൽ കുറയും. നമുക്ക് പരിഹരിക്കാൻ എളുപ്പമുണ്ട്. അതിന് നിബിൾ സിസ്റ്റം ഉണ്ട്, വെള്ളം കുടിക്കാനാണ്. കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ആരോഗ്യത്തോടെ വളരും. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ സാറേ ഇവിടെ ഇപ്പൊ ഇന്ന് എത്ര എണ്ണം ഉണ്ട് സാർ? ഇതൊരു 3500 വരെ കുഞ്ഞു, 4000 കുഞ്ഞുണ്ട്. 4000 കുഞ്ഞു, രണ്ട് ബാച്ചായിട്ട് 4000 കുഞ്ഞു, രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് ബ്രൂഡറിലായിട്ടുണ്ട്. അപ്പോൾ ഈ 4000 കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നാൽ ഇതിന് എത്ര എണ്ണം നമുക്ക് നഷ്ടമാവും? ഒരു 10-15 എണ്ണം പോകും. 4000-ൽ ഒരു 15 ഈ ബൂട്ടിനകത്ത് പോകത്തുള്ളൂ. അവന്ന് ക്ഷീണിച്ച് വരുന്ന കുറെ കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ ബ്രൂഡറിൽ എത്ര ദിവസം വരെ കീപ്പ് ചെയ്യും? ഇതൊരു 15 ദിവസം വരെ ഇത് കീപ്പ് ചെയ്യും. 15 ദിവസം വരെ. 15 ദിവസം പിന്നെ ലിറ്ററിലോട്ട് മാറ്റും, താഴോട്ട് മാറ്റി. ശരി ശരി സാറേ, നമ്മള് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ് എന്തെങ്കിലും ഉണ്ട്? ബി കോംപ്ലക്സ് കൊടുക്കുന്നുണ്ട്, ലിവർ ടോണിക് കൊടുക്കും, കാൽസ്യം കൊടുക്കും. അത് നമ്മൾ ഇത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ വെള്ളത്തിൽ ഈ അണുക്കളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ക്ലോറിൻ പൊടിയുണ്ട്, അത് ഇടാറുണ്ട്. ബാക്ടീരിയ ഉണ്ട് ഈ വെള്ളത്തിൽ, അത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിച്ചാണ് കൊടുക്കുന്നത്. ക്ലോറിനേറ്റ് ചെയ്താണ് വെള്ളം കൊടുക്കുന്നത്. ഈ ബ്രൂഡറിലെ ലൈറ്റിംഗ് എങ്ങനെയാണ് സാർ? ലൈറ്റിംഗ് ഒരു 7-8 ദിവസം വരെ ഫുൾ ടൈം കൊടുക്കും. 8 ദിവസം വരെ, ഒരാഴ്ച വരെ നമ്മൾ 8 ദിവസം വരെ ഫുൾ ലൈറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് നൈറ്റ് മാത്രമേ കൊടുക്കൂ. 8 ദിവസം കഴിഞ്ഞാൽ 15 ദിവസം വരെ നമ്മൾ ഇവിടെ ഉണ്ട്. ലൈറ്റ് രാത്രി പിന്നെ രാത്രി ലൈറ്റ് ഇടും. ഈ നെറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ നെറ്റ് ഇപ്പം എനിക്ക് നേരത്തെ ലിറ്ററിലായിരുന്നു, പിന്നെയാണ് നമ്മൾ ഇതിനകത്ത് ആക്കിയത്. അത് വ്യത്യാസം ഉണ്ടല്ലോ സാർ? നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പരിചരണത്തിന് എളുപ്പമുണ്ട്. അപ്പൊ ഇത്രയും താഴണ്ട, വെള്ളം കൊടുക്കാൻ സൗകര്യങ്ങളുണ്ട്, തീറ്റ കൊടുക്കാൻ സൗകര്യമുണ്ട്, നിബിൾ സിസ്റ്റം ഉണ്ട്, വെള്ളം കുടിക്കാനുള്ളത് സിസ്റ്റങ്ങളുണ്ട്. മുട്ടക്കോഴി എത്ര മാസം ആവുമ്പോഴാണ് സാർ മുട്ട ഇടുന്നത്? ഇതൊരു 4.5 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങും. 4.5 മാസം ആവുമ്പോൾ മുട്ടയിടും. എത്ര നാൾ വരെ? ഇതൊരു 1 വർഷം വരെ നല്ല രീതിയിൽ മുട്ടയിടും. പിന്നെ മുട്ട ഉൽപ്പാദനം അല്പം കുറയും. അപ്പോഴത്തേന് നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാം. ഇറച്ചിക്ക് അതിനും ഡിമാൻഡ് ഉണ്ടല്ലോ? ഇറച്ചിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. സാറേ, ഈ ലിറ്റർ സിസ്റ്റത്തില് തറ എങ്ങനെയാ സാറേ സെറ്റ് ചെയ്യും? തറ ഒരുക്കുന്നത് നമ്മൾ ആദ്യം ഷെഡ് മൊത്തം വൃത്തിയായിട്ട് കഴിയിട്ട് അതായത് കുമ്മായം അടിക്കും. കുമ്മായം അടിച്ചിട്ട് ചീവൊടി അല്ലെ അറക്കപ്പൊടി കൊണ്ടിടാറുണ്ട്. അറക്കപ്പൊടി ഇട്ട് കക്കായി ഇട്ട് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴി ആയി കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിൽ നമ്മളിങ്ങനെ ഇത് ഇളക്കുന്ന പരിപാടിയുണ്ട്. ഇളക്കി ഇത് മിക്സിങ് ആക്കുന്നു. മിക്സ് ചെയ്യും. കാരണം അതിനകത്ത് ഈ കക്കായും ഈ പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ സ്മെല്ലില്ലാതൊക്കെ അങ്ങ് പുറത്തു. അങ്ങനെയാണ് സ്മെല്ലില്ലാതാവും. അല്ലെങ്കിൽ അതിന് കണ്ണിന് കേടാ ഈ സ്മെല്ല് വരുമ്പോഴേ ചൂട്. ഇപ്പൊ എത്ര ദിവസം കഴിയുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്നത്? ഇത് തന്നെ ഓരോ ബാച്ച് കഴിയുമ്പോഴും നമ്മൾ മാറ്റും. അപ്പൊ ഇതങ്ങ് വളമായിട്ട് കോഴിക്ക് ഇതിന് വളമിടാം. വാഴയുടെ ചുവട്ടിൽ വളമിട്ടിടാം. ദൂരെ കൊട്ടിയിടണം. ചൂടുണ്ടായതുകൊണ്ട് അടുത്തിട്ടാൽ അത് കേടാ. അത് വെള്ളം ഇല്ല, പൂവനില്ലെന്ന്. തനി വെള്ളയാണ് പൂവൻ. തനി വെള്ള ഇതിന്റെ പൂവൻ കേട്ടോ. ഈ ചുവപ്പും വെള്ള എന്നുള്ളതും പടയാ, എല്ലാം പടയാണ്. 10 കോഴി. ഇത് 10 കോഴി ഇന്നത്തെ സെയിലാണ്. ഇന്നത്തെ സെയിലാണ്. മുട്ടക്കോഴി വളർത്തലേ സാറേ ലാഭകരമാണെന്ന് സാർ പറഞ്ഞു. അതുപോലെ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നമ്മൾ 2 മാസം വാക്സിനേഷൻ കഴിഞ്ഞ് കൊടുക്കുന്നത് അത് ലാഭകരമാണോ ആ കൃഷി?
ഈ കുഞ്ഞുങ്ങളെ വളർത്തി അതും വളർത്തുന്ന ലാഭകരം. അപ്പൊ സാറിന് ഈ 10 വർഷമായിട്ട് ഇപ്പൊ BV380 മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ലാഭമൊക്കെ ആണല്ലോ സാർ? ലാഭത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം, ഇപ്പോ ഇന്നത്തെ കാലത്ത് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്, ആളുകളെല്ലാം ജിമ്മിലൊക്കെ പോകുന്ന കാലഘട്ടം. അപ്പൊ കോഴി മാംസത്തിനും അതുപോലെ മുട്ടയ്ക്കും പ്രചാരം കൂടി വരിക. അപ്പോഴേ ഇതിന്റെ വളർത്തലിലേക്ക് ആളുകൾ തിരിഞ്ഞാൽ നഷ്ടം വരില്ല? ഒരിക്കലും നഷ്ടം വരത്തില്ല. ലാഭകരം. വളർത്തിയാലും നഷ്ടം വരത്തില്ല. മുട്ട വളർത്തി കൊടുത്താലും ലാഭകരം. പൊതുവെ കോഴി വളർത്തൽ ലാഭകരം തന്നെയാണ്. ഇനി ഈ കോഴി വളർത്താൻ താല്പര്യമുള്ള കർഷകരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് കോഴിയെ വളർത്തി എല്ലാവരും ഈ ഫീൽഡിൽ വരണമെന്നാണ് പറയുന്നത്. വീട്ടുകളിലെല്ലാം 100 കോഴി 50 കോഴി താല്പര്യമുള്ളവരും വീട്ടുകൾ വരുമാന മാർഗ്ഗമായിട്ട് വളർത്താം. ഒരു വീട്ടമ്മമാർക്കും എല്ലാം ഒരു 100 കോഴി 200 കോഴിയൊക്കെ വളർത്താവുന്നതേ ഉള്ളൂ. ചുറ്റും നമുക്ക് മുട്ട അതായത് പിന്നെ വലിയ പ്രയാസമില്ലാതെ വളർത്തിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടിന് വേണ്ടി അധികം നിക്ഷേപം വരില്ല. കൂട് വളരെ ലളിതമായി ഉണ്ടാക്കിയാൽ നല്ല ലാഭത്തിൽ വരാം. ചില ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കൂടങ്ങ് മതി, അതിന്റെ കാര്യമില്ല. അന്നേരമാണ് ഈ ലോസ് വരുന്നത്. ഇപ്പൊ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, കോഴിമുട്ടയ്ക്കും അതുപോലെ തന്നെ മാംസത്തിനും വളരെയധികം ഡിമാൻഡുള്ള ഈ കാലഘട്ടത്തിൽ താല്പര്യമുള്ള കർഷകർക്ക് കോഴി വളർത്തൽ വളരെയധികം നല്ല ഒരു കൃഷിയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.